ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസാസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ ബെഡേ കിടന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആക്ച്വലി കുറേ പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജും പല കാര്യങ്ങളിലുമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. കാരണം നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയത് ഭയങ്കര പ്രതീക്ഷയോടും ഭയങ്കര സ്വപ്നത്തോടു കൂടിയൊക്കെയാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോകൾ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കൗതുകവും പിന്നെ അതിൻ്റെ ആവേശവും ഒക്കെ ഉൾക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി 20-ാം തീയതി ഞങ്ങൾ ഒമാനിലേക്ക് ഒരു ഫ്ലൈറ്റ് ട്രിപ്പൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്നല്ല, ഒമാനിലേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ അകത്ത് നമ്മുടെ തയ്യബ് അങ്ങനെ നമ്മുടെ കുറേ കൂട്ടുകാരും ഒക്കെ ഒമാനിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞാൽ നിസാമൊക്കെ വാ, നമുക്ക് അവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കാം, ഇവിടുത്തെ പോലെ അല്ല, കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താം, പിന്നെ നല്ല ടെറൈനാണ്, പിന്നെ നല്ല ലൊക്കേഷനാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ നല്ല ഒരു ഡേ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലെ അലഞ്ഞു തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 10-20 ദിവസത്തേക്ക് വേണ്ടി ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 10 എപ്പിസോഡിൽ കുറയാത്ത രീതിയിൽ എപ്പിസോഡ് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഈ ഒരു ആവശ്യം നമ്മുടെ ഉണ്ണീനോട് സംസാരിച്ചപ്പോൾ ഉണ്ണിയും പറഞ്ഞു, എന്നാൽ ഓക്കെ, എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ണിയും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഞാനും ഉണ്ണി കൂടിയും അങ്ങനെ ഒമാനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഒമാനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഒരുപാട് സ്ഥലങ്ങളിൽ ഫിഷിങ്ങിന് പോകാനുള്ള കമ്പനിയും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. പിന്നെ അപ്പോൾ ഉണ്ണിക്കൊരു ആഗ്രഹം, അവിടെ ഒമാൻ വരെ വന്ന ഒരുപാട് മീനൊക്കെ കിട്ടുമെന്നൊക്കെ നേരത്തെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒമാനിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗദറും ഒക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒമാനിൽ മസ്കറ്റിൽ ഒരു അനന്തപുരി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു തവണ ഞങ്ങൾ അവിടുത്തെ ബിരിയാണി ഭയങ്കര സെറ്റപ്പ് ബിരിയാണിയാണ്. ഒരു നാടൻ നല്ല കൾച്ചറും ഒക്കെ കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു കിടിലൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ആ അനന്തപുരി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയിരുന്നപ്പോഴത്തേക്കും അനന്തപുരിയുടെ ഓണറിനെ ഞങ്ങൾ കാണാനിടയായി. പുള്ളിയുടെ പേര് ജേക്കബ് എന്നാണ്. ഞാൻ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ വളരെയധികം അവരോടൊക്കെ അടുത്തിടപഴകി ഭയങ്കര ഫ്രണ്ട്ലി ആയി. അപ്പം ഞങ്ങൾ ഇതേപോലെ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മുടെ ഉണ്ണീനെ പുള്ളിക്ക് നേരത്തെ അറിയാം. ഉണ്ണിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വല്ല പ്രമുഖനൊന്നും അല്ലാത്ത കാരണം എന്നെ അങ്ങനെ അറിയാനും പാടില്ല. അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, എന്താ പരിപാടി? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതേപോലെ മീൻ പിടിക്കും, അപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് ഇത് നടത്തിക്കോ. അപ്പോൾ പുള്ളിക്ക് അത് ഒരു ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ പുള്ളിക്കാരനും അത് ഗുണകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് യഥേഷ്ടം കിടന്ന് പെരുമാറാനുള്ള കിച്ചനും റെസ്റ്റോറൻറ്റും സൗകര്യങ്ങളും എല്ലാമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂഡിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ്, അതായത് ഒരു 4-5 ദിവസത്തെ സലാല, ശരിക്കും പറഞ്ഞാൽ സലാലയല്ല, സ്ഥലത്തിൻ്റെ പേര് സർബത്താത്ത ലഗ്ബി മിഞ്ചി അങ്ങനെയൊക്കെ പറയുന്ന സലാല, അതായത് മസ്കറ്റിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ വെളിയിലാണ്. അതൊരു റിമോട്ട് ഏരിയ ആണ്. അവിടെയൊക്കെ നന്നായിട്ട് മീൻ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ചില സമയങ്ങൾ നല്ലതായിരിക്കും, ചില സമയങ്ങൾ മോശമായിരിക്കും. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പൊതുവെ മോശമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരു ഏകദേശം ഒരു 19 കിലോ മീൻ പിടിച്ചു. അങ്ങോട്ടുള്ള ട്രിപ്പ് വളരെ എൻജോയബിൾ ആയിരുന്നു. നല്ല ലക്ഷറി ആയിട്ടുള്ള 2 വണ്ടിയിൽ ഫുൾ ഗിയേഴ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് നല്ല ഗംഭീരമായിട്ടൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ പിടിച്ചുകൊണ്ട് വന്ന മീൻ, അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഈ പോയപ്പോൾ തന്നെ പ്രോഗ്രാം അനൗൺസ് ചെയ്തില്ല. കാരണം മീൻപിടുത്തമാണ്. ചെണ്ട കൊട്ടിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ മീൻ കിട്ടില്ല. അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ സ്റ്റോറേജും ഐസ് ബോക്സും അങ്ങനെയുള്ള എല്ലാം നിങ്ങളൊന്നും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൂടുതൽ സാധനങ്ങളും എല്ലാം വെൽ എക്യുപ്ഡ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോയി പ്രതീക്ഷയിൽ മോശമാണ്, എന്നാലും ഞങ്ങൾ ഒരു ഏകദേശം ഒരു 10-30 കിലോ, 30-നും 40-നും ഇടയ്ക്ക് കിലോ മീൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് മീനുകളൊക്കെ പിടിച്ചു. പക്ഷെ അതൊന്നും അല്ല അവിടെ നിന്ന് കിട്ടേണ്ടത്, അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി മോശമാണ്. എന്നാലും അത്രയും മീനും പിടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി
അതായത് 4 ദിവസം പിന്നിട്ട്, അതായത് ഞങ്ങൾ 20-ാം തീയതി 21-ാം തീയതി മസ്കറ്റിലെത്തി. ഏതാണ്ട് ഫെബ്രുവരി ലാസ്റ്റ് 29th ഞങ്ങൾ തിരിച്ചു പോരുവാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് മസ്കറ്റിലേക്ക് തിരിച്ചെത്താൻ ഒരു 200 കിലോമീറ്റർ ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ഞങ്ങൾ 2 വണ്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ സഞ്ചരിച്ച വണ്ടിയാണ് ആക്സിഡൻറ്റിൽ പെടുന്നത്. ഒരു ലാൻഡ് ക്രൂസറാണ്. ലാൻഡ് ക്രൂസർ. അത് ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു പരിചിതനായ തയ്യബായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഫിൽസൺ ഡ്രൈവർ സൈഡിൻ്റെ സൈഡിലിരിക്കുന്നു. ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിൽ, അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫിൽസൺ ഇരിക്കുന്നു, ഡ്രൈവറിൻ്റെ നേരെ പുറകിൽ ഞാനിരിക്കുന്നു. എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ONKV ഉണ്ണി ഇരിക്കുന്നു. ഉണ്ണി പക്ഷേ എൻ്റെ മടിയുടെ താഴെ തല വെച്ച് കിടന്ന് ഉറങ്ങുവാണ്. രാവിലെ ഏർലി മോർണിംഗ് ടൈം അല്ലേ. പെട്ടെന്ന് വണ്ടി ഭയങ്കര കരകരാന്നൊരു ഒച്ച ഞാൻ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്ന്, ടാറിട്ട റോഡിൽ നിന്ന് വണ്ടി ടാറിടാത്ത ഭാഗത്തേക്ക് ഇറങ്ങിയ ഒച്ചയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഗട്ടർ ചാടുന്നുണ്ട്. അപ്പോഴേ സംഭവം എനിക്ക് പിടികിട്ടി. സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. ഏകദേശം ഒരു 140 കിലോമീറ്ററോ അല്ലെങ്കിൽ 150 കിലോമീറ്ററോ സ്പീഡുണ്ട്. എന്തായാലും 130, 140 ആ ഒരു പ്ലസ് ആണ്. ഒരു 150 വരെ ആവാം. അത്രയും സ്പീഡിലാണ് ഞങ്ങൾ നോർമലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സ്പീഡിലാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് പോകുമ്പോൾ റോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബോധം വീണു എന്ന് പറഞ്ഞാൽ ഉറക്കം എണീറ്റു. പിന്നെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു വ്ളോഗിന് ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ അതിശയോക്തി പോലെ ഇങ്ങനെ പറയുകയല്ല. ശരിക്കും ഞാൻ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. പക്ഷേ ആ കുറച്ച് സമയത്തിൽ ഒരുപാടൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് ആക്സിഡൻറ്റ് വന്നവർക്കൊക്കെ അറിയാം. ആ ഒരു കുറച്ച് സമയം നമുക്ക് ഒരുപാട് ചിന്തിച്ചു കൂടാം. ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് ഉള്ള കാര്യം ഏറെക്കുറെ കാരണം ഇത്ര ഹൈ സ്പീഡിലൊരു ക്രാഷിൽ കിട്ടിയാൽ തന്നെ അത് എങ്ങനെ കിട്ടുക എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ല. അങ്ങനെ ഉറപ്പായിട്ടും അത് പോകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടകടാന്ന് ഇങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. പിന്നെ അവസാനം പോയിട്ട് ബം എന്നും പറഞ്ഞിട്ട് എന്തോ സാധനത്തെ പോയി അടിക്കുന്ന ഓർമ്മയുണ്ട്. മൊത്തം ഒരു ജെർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ജെർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സൈലൻ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ട്. ഒന്ന് പറഞ്ഞാൽ ഒരു അനക്കവും ഇല്ല, ഒരു തുള്ളി ഗട്ടറില്ല. ദാറ്റ് മീൻസ് വണ്ടി പറക്കുകയാണ്. എവിടെയോ ഇടിച്ചിട്ട് വണ്ടി എയറിൽ കൂടി ലിഫ്റ്റ് ചെയ്ത് പറക്കുകയാണ്. അതൊരു 2 സെക്കൻഡ്സോ വല്ലതും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് വലിയൊരു ഇതാണ്. ആ സെക്കൻഡ്സിൽ നമുക്ക് അത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. വണ്ടി പറന്നുകൊണ്ടിരിക്കുകയാണത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ പോയി വീഴുന്നത് ഒരു ബ്ലാസ്റ്റോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അരഞ്ഞ് നുറുകിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെ നിന്നാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. റോട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് അങ്ങനെ കാഴ്ചയിലൊന്നും നമുക്ക് വിഷ്വലി ഒന്നും കിട്ടുമൊന്നുമില്ല. മൊത്തം ഒരു പുകയാണ്. ഈ പറന്നിട്ട് ഇത് ലാൻഡ് ചെയ്യുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്ത് നശിക്കപ്പെട്ട നിമിഷമാണ് ഞാൻ ഇതിൽ കയറി പോരാൻ തോന്നിയത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് തോന്നിയത്. എന്തൊക്കെ സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. എല്ലാം ഇവിടെ തീരെയാണല്ലോ. ശരിക്കും അങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഒരുവിധപ്പെട്ടവരൊക്കെ ഉണ്ണി ഒന്നും അറിഞ്ഞില്ല. ഉണ്ണി ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് നേരെ ആക്സിഡൻറ്റിൽ നിന്ന് ബോധവും പോയി. പക്ഷേ എനിക്ക് ബോധം പോയില്ല. ഞങ്ങൾ 3 പേർക്കും ബോധം പോയില്ല, ഉണ്ണിക്ക് മാത്രം ബോധം പോയി. അപ്പോൾ ബോധത്തിലിരിക്കുമ്പോഴത്തേക്കും ബോധം പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇതാണ്: എല്ലാം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ ഒന്നുമില്ലാതെ ഇവിടെ ഈ മരുഭൂമിയിൽ എന്ന് പറഞ്ഞ് തീർന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പറന്ന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്, പിന്നെ പോയി നിലത്തോട്ട് പോയി കൊത്തലും, പിന്നെ വണ്ടി റോൾ ചെയ്യുക. പക്ഷെ ആ റോൾ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്കത് റോൾ ചെയ്യുന്നതെന്നൊന്നും ഫീൽ ചെയ്യില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു. തലകുത്തി മറിയുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. എവിടെയൊക്കെ ഇടിച്ച് പൊളിയുന്ന പോലെ, എല്ലുകൾ നുറുങ്ങുന്ന വേദനയും, ഒരു മിന്നായം പോലെ എവിടെയൊക്കെയോ ചില്ല് തെറിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ചലനം എപ്പോഴാണ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവനുണ്ടോ ഇന്ന്, അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. കാരണം മരണപ്പെടാനുള്ള സാധനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ റോളിങ്ങിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് വണ്ടി നിന്നപ്പോൾ ജീവനുണ്ട്. എൻ്റെ ദേഹം മുഴുവൻ
തണുക്കുന്നുണ്ട്, എൻ്റെ കാല് തണുക്കുന്നുണ്ട്. എൻ്റെ കാലിൽ ഉണ്ണിയുടെ തല കുത്തിയിട്ട് ചോര എൻ്റെ കാലയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ്, എൻ്റെ കാലയിൽ വരുന്ന തണുപ്പ്. പിന്നെ കാല് എവിടെയോ ജാമായിരിക്കുക. ഫിൽസൺ ആദ്യം തന്നെ ഡോറ് തുറന്നിറങ്ങി. ഞങ്ങളുടെ പുറകെ ഞങ്ങളെ അന്വയിച്ച് 2 വണ്ടിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഫിൽസൻ്റെ ബ്രദറും നമ്മുടെ കൂട്ടുകാരൻ ഷുക്കൂർ, പിന്നെ വേറെ ഒരു പയ്യൻ, ഞങ്ങൾ ആ ഫിൽസൻ്റെ തന്നെ ബ്രദർ, അങ്ങനെ 3 പേര് പുറകെ ഉണ്ട്. അവർ ഞങ്ങളെ പോകുന്നത് കണ്ടു. അത് കാരണം അവർ വണ്ടി നിർത്തിയിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടി വരിക. അപ്പോൾ ആ സമയത്ത് ഫിൽസൺ എന്ന് പറഞ്ഞ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ തയ്യബ് ഇറങ്ങി. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ കാല് ജാമ. എൻ്റെ കാലയിലൊരു 3 ഒടിവുണ്ട്. ഉണ്ണി ബോധമില്ലാതെ എൻ്റെ ദേഹത്തും കിടപ്പുണ്ട്. അപ്പോൾ എന്നെ വന്ന് ആരോ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്നെ പിടിക്കല്ലേ, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞാൻ ലോക്കാണ് ഇന്നത്, നിങ്ങൾ ഉണ്ണീനെ വെളിയിൽ ഇറക്കുന്നു പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടിയും പിടിച്ച് ഉണ്ണീനെ, അപ്പോൾ ഉണ്ണി ഇങ്ങനെ ആ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ, ഓർമ്മയില്ല. ഉണ്ണീനെ പിടിച്ച് വെളിയിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒരു കാല് കൊണ്ട് ഒരു സീറ്റ് ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കാല് ചവിട്ടി പിടിച്ച് വലിച്ചു വരും. കാരണം അത് അങ്ങനെ വലിച്ചു വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പെട്രോൾ ടാങ്ക് ലീക്കായിട്ട് പെട്രോൾ ലീക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 150 ലിറ്ററോളം, അതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ പെട്രോൾ അടിച്ചത്. ഒരു 150 ലിറ്ററോളം ഫ്യൂലുണ്ട്. അപ്പോൾ ഒരു ബ്ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി പോലും കിട്ടില്ല. അപ്പം ശരിക്കും വേദന കടിച്ചമർത്തിയിട്ട് കാലുകൊണ്ട് എൻ്റെ ഇടത്തെ കാലം ഓക്കെയാണ്, വലത്തെ കാലം എവിടെയോ ജാമായി കുരുങ്ങി കിടക്കുകയായി. ഇടത്തെ കാലം കൊണ്ട് ചവിട്ടിയിട്ട് വലത്തെ കാലം ചവിട്ടി വലിച്ചിങ്ങനെ പോയി. എന്നിട്ട് ഇഴഞ്ഞ് വിൻഡോയ്ക്ക് വെളിയിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി അവർ എന്നെ വലിച്ചു കൊണ്ടുപോയി സ്ലീപ്പിംഗ് ബാഗിൽ പൊതിഞ്ഞിട്ടു. പിന്നെ അവിടെ നിന്ന് ആശുപത്രി, നിസ്വ ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ ഒമാനികളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയി പെയിൻ കില്ലർ വന്നു, കാലൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ബാൻഡേജും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കണക്കാണ് അവിടെ. വലിയ ക്ലീനിങ്ങോ കാര്യങ്ങളോ രക്തക്കറയോ ഒന്നും തുടച്ച് കളയണ പരിപാടിയൊന്നുമില്ല. അതൊക്കെ നമ്മൾ തന്നെ മാറ്റിപ്പറിച്ച് കളയുകയാണ്. എൻ്റെ തലയിൽ ഇവിടെയൊക്കെ സ്റ്റിച്ചൊക്കെ ഉണ്ട്. ഇതിൽ പ്രധാനമായി പറയേണ്ട ഫിൽസൻ്റെ ഫാമിലി ഏതോ ക്രൈസ്തവ സഭയായിട്ട് ബന്ധപ്പെട്ടാണ്. കൃത്യമായിട്ട് അവരുടെ കാസ്റ്റോ റിലീജിയനോ കാര്യം എനിക്കറിയില്ല. അവർ പ്രത്യേകം നമുക്ക് വേണ്ടി അവിടെ അവരുടെ പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്തി. അതേപോലെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനന്തപുരിയായിട്ടുള്ള ഒരു ചെറിയ ബന്ധത്തിൻ്റെ പുറത്ത് അതിൻ്റെ MD ജേക്കബ് സാറ്, അനന്തപുരിയുടെ MD, പിന്നെ അവരുടെ മാനേജർ ബിജോയ്, പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് സ്റ്റാഫ്, അവരൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ. കുറച്ച് ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചും അവിടെ പോയി നിന്നും അവരുമായിട്ട് കറങ്ങി തിരിഞ്ഞും ഒക്കെ ഉള്ള പരിചയം. നമ്മൾ ഈ ക്യാമ്പിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള, ക്യാമ്പിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവിടെ വന്ന് ഒരു പ്രോഗ്രാം നടത്താമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലിരിക്കുക. അപ്പോൾ അവർ നമുക്ക് വളരെ സപ്പോർട്ടീവ്. അതൊന്നും പറഞ്ഞാലും തീരാത്ത. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ഒരുപാട് ദിവസമൊന്നും എടുത്ത ഹോസ്പിറ്റലല്ല. അവിടെ ചികിത്സ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ചാർജ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ ഉള്ള ബുദ്ധിമുട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല, ഉണ്ണിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ തന്നെ അനന്തപുരിയുടെ MD വന്ന് ഞങ്ങൾ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി എല്ലാവിധ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കിട്ടാത്ത അത്രയും വലിയ സൗകര്യം. അതേപോലെ അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുക, ജ്യൂസ്, മുട്ട, പാല്, എന്തൊക്കെയായി തരാത്തതെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. കാരണം നിറഞ്ഞ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിറഞ്ഞ മനസ്സോടുകൂടി അവർ അത്രയും എന്താ പറയുക, അത്രയും അമ്മ മക്കളെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കി. അതിശയോക്തി അല്ല കേട്ടോ ഈ പറയുന്നത്, ശരിക്കും അത്രയും കെയർ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റിൽ ഈ പറയുന്ന പോലെ വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്ത് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അതേപോലെ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ നാട്ടിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ചോക്ലേറ്റ് തൊട്ട് ടോയ്സ് തൊട്ട് ഒക്കെ വാങ്ങിച്ചു തന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിക്കും അത് പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണോ. നമ്മുടെ നാട്ടിലൊന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഈ പ്രവാസികൾ പരസ്പരം സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ കാണുന്ന രീതിയോ അത് പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. കാരണം ഇതിനു മുമ്പ് ഞാൻ വിദേശത്ത് ഇതേപോലെ വിസിറ്റിന് പോയിട്ടുണ്ട്. അവിടെയും എനിക്ക് ഈ പ്രവാസികളുടെ ഭാഗത്തു നിന്ന് കിട്ടിയേക്കണ യാത്രയപ്പോ സ്വീകരണങ്ങളോ ഒക്കെ ചെറിയ കാര്യമാണെങ്കിലും അതെല്ലാം ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോടൊക്കെ ഒരു 100,000 നന്ദി ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം എനിക്ക് സംഭവിച്ച കാര്യങ്ങളുടെ ഇതും, പിന്നെ ഒമാനിലെ കുറച്ചധികം വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു 5-6 വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്.
വലിയ വലിയ വീഡിയോകൾ ചെയ്യേണ്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് പറ്റി ഞങ്ങളിങ്ങനെ ഈ ഒരു പരുവത്തിലായി പോകുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവേദനയൊക്കെ മാറി ഇങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. എന്നാലും ഒരു ആമുഖം എന്ന പോലെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. ഞാൻ മിക്കവാറും നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ഒരു കാലിനൊരു സർജറി വേണം, എന്നാലൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സർജറിയൊക്കെ കഴിഞ്ഞായിരിക്കും എനിക്ക് ഇനിയിപ്പോൾ മറ്റ് വീഡിയോയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും മൊബൈലിൽ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് വീഡിയോ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ വീഡിയോയ്ക്ക് ഒരു പഞ്ഞമൊന്നുമില്ല. ഏകദേശം ഒരു 3 മാസം ഒക്കെ ഞാൻ കിടപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് തരാനുള്ള ബാക്കപ്പ് വീഡിയോ എൻ്റെ ഈ ലാപ്പിലുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ തൽക്കാലം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാം പുതുമയുള്ള കുറച്ച് വീഡിയോ ഒക്കെ തന്നെയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ എന്താ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ തട്ടിക്കൂടൊന്നുമല്ല, ചെയ്തു വെച്ചേക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള മടി കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ സൗകര്യം പോലെ എനിക്ക് എഴുന്നേറ്റിരുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എന്നാലും ഉള്ള സമയത്തിനുള്ളിൽ ഞാൻ അതേപോലെയുള്ള കുറച്ച് നല്ല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് ചാനൽ ഇങ്ങനെ ലൈവായിട്ട് തന്നെ നിർത്തുന്നതാണ്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളും സമയബന്ധിതമായി എനിക്ക് സാധനങ്ങൾ ചെയ്തു തരാൻ പറ്റാത്തതിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചില വീഡിയോയൊക്കെ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ 60,000-65,000 ആൾക്കാരൊക്കെ കണ്ട വ്യൂസൊക്കെ പോയേക്കണുണ്ട്. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് അത്രയൊന്നുമില്ല, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അല്ലാതെ കട്ടിലേക്ക് കിടന്ന വീഡിയോ ആയിരിക്കില്ല ഇനി അടുത്ത വീഡിയോ തൊട്ട്. ഇത് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് പറ്റിയ ഒരു ദുരവസ്ഥ അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനിയുള്ള വീഡിയോ ഒക്കെ ശരിക്കും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, ഫണ്ണായിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി കാലത്ത് ശരിയായിക്കോട്ടെ. വീണ്ടും പോകുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിസാം. ഷുക്കൂറിനോട് എൻ്റെ കടപ്പാട് എത്ര പറഞ്ഞാലും വന്നിച്ചാണ് തരൂല്ല. പുള്ളി ഇരുന്ന വണ്ടിയിൽ കയറിക്കോട്ടെ എന്ന് ഞാൻ 10,000 പ്രാവശ്യം ചോദിച്ചാ. അപ്പൊ ഈ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ വണ്ടിയെ കയറിക്കോന്നും പറഞ്ഞ് എന്നെ മുന്തി തള്ളി വിട്ടതാണ്. എന്നിട്ട് ഇവൻ ഇപ്പൊ അന്തസ്സായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 2 പെയിൻ കില്ലറിന്റെ മുന്തിരി ആപ്പിളും ചവക്കാൻ താടിയേലും കൂട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം ഓക്കെ. നമ്മുടെ ഫുഡിന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന 2-3 പേരുണ്ട്. അതിൽ കൂടുതലും വന്നോണ്ടിരുന്ന ചേട്ടായിയാണ്. പുള്ളി നല്ലൊരു പാട്ടുകാരനാണ്. ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ വിളമ്പി തരും, നല്ല പാട്ടും പാടിത്തരും. അധികമൊന്നും പാടിയിട്ടില്ല, എന്നാലും പുള്ളി ഗായകനാട്ടോ. പുള്ളി ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികൾ, നമ്മുടെ ശ്രീകുമാരേട്ടൻ, പിന്നെ നമ്മുടെ ഉണ്ണിമേനോൻ, വേണുഗോപാല്, അങ്ങനെ ഒരുപാട് പേര്. അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൈഡിൽ പാടിക്കൊടുക്കാനുള്ള, അല്ല അവർക്ക് പാട്ട് പാടിക്കൊടുക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കടപ്പാടുകൾ പറഞ്ഞാൽ തീരില്ല. പറഞ്ഞാൽ ഇവിടെ ഇപ്പം കണ്ടില്ലേ, ഈ കട്ടിലും ഈ പരിസര പ്രദേശങ്ങളൊക്കെ കിടക്കണ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരുത്തരും അവരുടെ സ്നേഹവും സഹായവും സഹകരണവും ഒക്കെയാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കാണാം, ഇത് നമ്മുടെ യൂറിനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇതാ കാണുന്നതാണ് ബാത്റൂം. പക്ഷെ അവിടം വരെ ഒന്ന് നടന്നു പോയി യൂറിൻ ഒഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഞങ്ങൾ. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ 2 പേരൊക്കെ തോളത്തൊക്കെ കൈയൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. പിന്നെ ഇവിടെ കിടന്നിട്ടും കാര്യമില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ട്രാവൽ ബാൻ വരാൻ സാധ്യതയുണ്ട്, കൊറോണയുടെ ഇഷ്യൂ. അപ്പോൾ അത് കാരണം എത്രയും കഷ്ടപ്പെട്ടിട്ടായാലും നാട്ടിൽ വരിക. അപ്പോൾ ഒപ്പം നമ്മളൊരു വീൽ ചെയർ അസിസ്റ്റൻസും മറ്റു കാര്യങ്ങളും, ഒരു സ്പെഷ്യൽ സുഖമില്ലാത്തവർ പോകാനുള്ള എന്താ പറയുക, ഒരു സപ്പോർട്ടറും കൂടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ നോക്കുന്നുണ്ട്. ഒന്നുകൂടി മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇതേപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മളിവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ
വേദന ഒരു പരിധി വരെയൊക്കെ നമ്മൾ മറക്കും, കുറയില്ല കേട്ടോ, പക്ഷെ മറക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും വേദന 3 ഒടിവുണ്ട് കാലിന്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ഓണം, ക്രിസ്മസ്, വിഷു അതേപോലെയൊക്കെയുള്ള ആഘോഷമായിട്ട് എന്നാളും കൂടല പെരുമ്പം മെയില രണ്ടുപേരുമുണ്ട്, വികലാംഗന്മാർ രണ്ടുപേരുമുണ്ട്. അപ്പോൾ വലിയ വലിയ പ്രതീക്ഷകളോടുകൂടി ഞങ്ങൾ ഒമാനിൽ വന്നതാണ്. ഒരു 10 ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ കയ്യും കാലും ഒക്കെ സുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ തന്നെ വീണ്ടും ഞങ്ങളുണ്ടാവും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വെച്ചേക്കണത്. അതായത് ഈ കാലിൻ്റെ ഷൂ ആങ്കിളിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് മറ്റേ കാല് കയറ്റി റെസ്റ്റ് ചെയ്തേക്കുകയായി. വേറെ ഓപ്ഷൻ ഇല്ല, അല്ലാതെ കാല് വെക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഈ കാണാവുന്ന ഡിസ്റ്റൻസ് മുഴുവൻ ഞാൻ പച്ചസയിൽ നടക്കേണ്ടി വന്നേനെ. എന്തായാലും കഷ്ടിച്ചത് രക്ഷപ്പെട്ടു. അതായത് നമ്മുടെ ഉണ്ണീനെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഇട്ടേക്കണ ബെറ്റിക്കോട്ട് ഉടുപ്പിൻ്റെ അകത്തിടണമെന്ന് പറഞ്ഞു അല്ലേ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ച അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമുക്കിവിടെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. വേണ്ട. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീൽചെയറൊക്കെ ചെയ്തു വന്നു. കയറിയിരുന്നോടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഈ അടിയിൽ ഹാർഡ് ബാൻഡാണ്. അത് നോക്കുമ്പോഴത്തേക്ക് കാലം നമ്മൾ ഉദ്ദേശിച്ച അത്രയും പാടൊന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ശരിക്കും കഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ആ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വളരെ കൺജസ്റ്റഡ് ആണ്. നമുക്ക് കാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻട്രൻസിലേക്ക് നീട്ടി വെച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്നവനോട് പോരുന്ന എല്ലാ പാസഞ്ചേഴ്സിനോട് ആൻറ്റി അങ്കിൾ പ്ലീസ് കാല് ഇങ്ങനെ ശരിക്കും ബെഗ് ചെയ്ത് തട്ടാതെ മുട്ടാതെ. എന്നിട്ടും ഒരാൾ കൊണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ കുപ്പി കൊണ്ടുവന്ന് എൻ്റെ കാലിൽ വെച്ച് ഒരു ചെറിയ കരച്ചിലൊക്കെ കരഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ വെളിയിലിറങ്ങി. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ വഴി പയ്യെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുക. ഇതിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സും കുറച്ച് സ്വീറ്റ്സും ഒക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് അവിടെ നിന്ന് തന്നെ അവർ അതൊക്കെ നമുക്ക് മറക്കാനാകാത്ത ഒരു അനുഭവം. കാരണം ഇതൊന്നും പറയാതെ തന്നെ അവർ പോയി സ്വീറ്റ്സും കുട്ടികൾക്കുള്ള ടോയ്സും അങ്ങനെയുള്ള കുറേ സാധനമൊക്കെ ഞങ്ങൾക്കൊരു ബണ്ടിലാക്കി ഞങ്ങൾക്ക് തന്നു വിട്ടു. അപ്പോൾ അത് തന്നു വിട്ടത് മാത്രമല്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതേപോലെ നമ്മൾ മസ്കറ്റിൽ ഒരു 20 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി പോയിട്ട് പെട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിലായിരിക്കും നമുക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം ഒരു ഫാമിലിയുടെ സ്നേഹം തിരിച്ച് പോരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കവളത്ത് ഒരു ചുംബനം നൽകിയാണ് ഞങ്ങൾ ഇവിടുന്ന്. അപ്പോൾ അത്രയും സ്നേഹത്തോടുകൂടി. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ആരോഗ്യനിലയൊക്കെ നേരെയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മസ്കറ്റിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഇനിയും പോകും. അപ്പോൾ ഈ പറയുന്ന പോലെ അവരൊക്കെ ഇനി ആരോഗ്യത്തോടുകൂടി പോയി കാണണം. നല്ല രീതിയിൽ കുറച്ച് നല്ല സമയങ്ങൾ അവരോട് ഒപ്പം നല്ല രീതിയിൽ ചിലവഴിക്കണം.
നമ്മുടെ ഫ്ലൈറ്റിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ്. പുള്ളിയുടെ പേര് ഭയങ്കര വിചിത്രമാണ്, ചിത്തനിഷ്ഠൻ. മൂവാറ്റുപുഴയാണ് സ്ഥലം. ഈ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയില്ലേ, ബ്രേക്കബിൾ തിങ്സ്, അതേപോലെയാണ് എന്നെ കൊണ്ടുപോയി നടക്കുന്നത്. അങ്ങനെ നാട്ടിലെത്തി. നമ്മുടെ അവിടെ ആ ചില്ലിൻ്റെ വെളിയിൽ നിൽക്കുന്ന എൻ്റെ ബ്രദറാണ്. ഏതാ വണ്ടി നോക്കി, ഇത് വേണം മറ്റേ എടുക്കണമെന്ന് നോക്കാം. ഇത് തന്നെ